ശ്രേഷ്ഠരായ എല്ലാ ഭക്തന്മാർക്കും വിനീതമായ ദണ്ഡോപ്രണാമം വീണ്ടും വീണ്ടും കാണാൻ സാധിക്കുന്നതിൽ വളരെ സന്തോഷം. കൃതാർത്ഥൻ. ഹരേ കൃഷ്ണ. ഞാൻ കഴിഞ്ഞ ആഴ്ച എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? ഓർമ്മയുണ്ടോ? രുദ്രഗീതമൊക്കെ പറഞ്ഞത്. ഹരേ കൃഷ്ണ. രുദ്രഗീതം എല്ലാം പറഞ്ഞിരുന്നു. ഹരേ കൃഷ്ണ. വേറൊരു കഥാപാത്രത്തെ പറഞ്ഞ് അവതരിപ്പിച്ചിരുന്നു. എന്താണ്? തിരുപ്പാവൈ അല്ലേ? അതിലെ ആണ്ടാളിനെ പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു കാലഘട്ടം ഭക്തിയുത പ്രസ്ഥാനത്തിൻ്റെതായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. സുവർണ കാലഘട്ടമാണ് പൂന്താനം നമ്പൂതിരി. ഇന്നലെ ഒരാൾ ചോദിച്ചു വൈകിട്ടത്തെ ക്ലാസ്സിൽ, നാരായണീയവും എഴുതിയതാര്? നാരായണീയം എന്താണ്, ജ്ഞാനപ്പാന എന്താണെന്ന്. എന്താ നാരായണീയം, എന്താ ജ്ഞാനപ്പാന? പറഞ്ഞു. എനിക്കൊന്നുകൂടെ ഒന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. വേറെ ഒരു തെലുങ്കു ഡിവോട്ടിയാണ് ചോദിച്ചത്, എന്താ നാരായണീയം, എന്താണ് ഞാൻ? പറഞ്ഞു. മേൽപ്പത്തൂർ നാരായണ ഭട്ടാതിരിപ്പാട് ആ, എഴുതിയതാണ് നാരായണീയം. സമ്മതിച്ചു. ജ്ഞാനപ്പാന പൂന്താനം നമ്പൂതിരി. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? മേൽപ്പത്തൂർ വാതരോഗം മാറാൻ വേണ്ടി അതെ, ഗുരുവായൂർ വന്ന് എഴുതി. ഭക്തിയും വിഭക്തിയുമാണ്. എന്തോ? ഭക്തിയും വിഭക്തിയുമാണ്. ഭക്തിയും മുക്തിയാണ്. അങ്ങ് മേളിക്ക് പോയി. സാധനപ്പെട്ടവർക്കൊന്ന് മനസ്സിലാവണ്ടേ? ഒന്നും മനസ്സിലാവണ്ടേ? എന്നെ പോലുള്ളവർക്ക് മനസ്സിലാവണ്ടേ? പരമഭക്തനാണ്. പ്രഭു പറഞ്ഞത് ശരിയാണ്, ഭക്തിയും മുക്തിയൊക്കെയാണ്. പക്ഷെ അത് എന്നെ പോലുള്ളവർക്ക് ഇത്തിരി കൂടെ ഒന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ താഴ്ത്തു. ഹരേ കൃഷ്ണ പ്രഭുജി. നാരായണീയം ഭാഗവതമാണ്. നാരായണീയം ഭാഗവതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു പറഞ്ഞത് ഭക്തി മുക്തിയാണ്, ഭാഗവതം. എന്താ പ്രഭു പറഞ്ഞേ? ഇടയ്ക്ക് പറഞ്ഞല്ലോ. ഒന്ന് ഭക്തിയോടെ എഴുതിയത്, മറ്റേത് നേരെ വിരുദ്ധമായി എഴുതിയത്. വിരുദ്ധം വിരുദ്ധമല്ല. വിരുദ്ധം എന്ന് പറഞ്ഞ വിഭക്തിയാവുന്നു. രണ്ടും ഭക്തി തന്നെ, പക്ഷെ രണ്ട് വ്യത്യസ്ത രീതിയിൽ കൽപ്പനയിൽ എഴുതിയിട്ടാണ്. രണ്ട് വ്യത്യസ്ത രീതിയിൽ. നേരത്തെ ഇതെല്ലാം പറഞ്ഞത് ശരിയാണ്. പ്രഭു പറഞ്ഞത് ഏറ്റവും ടോപ്പ് പ്ലാറ്റ്ഫോം ഭക്തിയും മുക്തിയും ഒക്കെയാണ് നാരായണീയം. അതായത് ഭാഗവതത്തിന്റെ മറ്റൊരു സത്താണ് നാരായണീയം. ഭാഗവതത്തെ എങ്ങനെയാണ് ഭാഗവതം വായിച്ച് ആചാര്യന്മാര് ഭാഗവതത്തെ കണ്ടത്, അതിൻ്റെ എല്ലാം ഒരു സത്തായിട്ടാണ് നാരായണീയം എഴുതിയത്. ഇപ്പം നാരായണീയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഒരാൾക്ക് നാരായണീയം, ഇവിടെ നാട്ടിലെല്ലാവർക്കും ഇപ്പം ഭാഗവതത്തെക്കാൾ കൂടുതൽ പ്രചാരമാണ് നാരായണീയം. പക്ഷെ നാരായണീയം വായിക്കുമ്പോൾ എല്ലാവരും ഉദ്ദേശിക്കുന്ന ഒരു എന്താ, നമ്മുടെ വിഷമതകളിൽ നിന്നൊരു മുക്തി കിട്ടും എന്നുള്ള ഒരു ചിന്തയിലാണ്. ഇനി ഏതായാലും നല്ല കാര്യം തന്നെ. പക്ഷെ ഭാഗവതം വായിച്ച് പഠിച്ച ഒരാൾക്ക് മാത്രമേ നാരായണീയം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ശരിയല്ലേ? വളരെ സത്യമാണ് പ്രഭു. കാരണം ഈ നാരായണീയം വായിക്കുമ്പോൾ വളരെ പാടുപെടുകയാണ് അവിടെ കിടന്നു. അപ്പം നമ്മുടെ മിഷൻ വളരെ കൃത്യമാണ്. ആ ഭാഗവതം വായിച്ചിട്ട് നാരായണീയം വളരെ സുഖമാണ്. നാരായണത്തിന്റെ ഓരോ വാക്കുകളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഭഗവത്ഗീത വായിക്കാതെ ജ്ഞാനപ്പാന വായിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവത്തില്ല. വെറുതെ പൂന്താനം നമ്പൂതിരി കുറച്ച് കൃഷ്ണനെ പറ്റി എഴുതി, അത്ര തന്നെ. കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും അതൊക്കെ വായിക്കുമ്പം ശരിയാ, സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു പ്രത്യക്ഷത്തിലുള്ള താത്വിക വിചാരത്തിലൂടെ മുന്നോട്ട് പോകും. പൂന്താനം നമ്പൂതിരി കുറെ ഫിലോസഫി പറഞ്ഞു. അല്ല, മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനെന്നാ വൃഥ. മധ്യേ എന്താണെന്ന് ചോദിക്കുമ്പോൾ ചില വിചാരിക്കും, എന്താ മധ്യം? ജനനത്തിന്റെ മരണത്തിന്റെ ഇടയ്ക്കുള്ളൊരു കാലഘട്ടം, അതാണ് ഒരു കാലം, അതാണ് മധ്യേ. അപ്പൊ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവത്ഗീത വായിച്ച് പൂർണ്ണമായിട്ടും പഠിക്കുന്ന ഒരാൾക്ക് മാത്രമേ ജ്ഞാനപ്പാനയും മനസ്സിലാവത്തുള്ളൂ.
അദ്ദേഹത്തിന് വളരെ വലിയൊരു ഇൻഫർമേഷൻ ആയിരുന്നു ഇത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം വായിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ, മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗവതവും ഭഗവത്ഗീതയും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം എന്നർത്ഥം. അതും ശ്രീല പ്രഭുപാദരുടെ ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കാൻ കിട്ടുക തന്നെ മുൻജന്മ സുഹൃതമാണ്. എത്രയോ ഗ്രന്ഥങ്ങൾ, എല്ലാ ഉപനിഷത്തുക്കളും പുരാണങ്ങളും വായിച്ച് മനസ്സിലാക്കിയ ഒരാൾക്ക് മാത്രമേ കൃത്യമായിട്ട് മനസ്സിലാക്കി എന്നുള്ളതല്ല, ബോധിച്ചു, അതായത് പ്രാക്ടിക്കലായിട്ട് ബോധിച്ചു എന്ന ഒരാൾക്ക് മാത്രമേ ഭഗവത്ഗീതയും ഭാഗവതവും ഇത്ര കൃത്യമായി നല്ല രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഈ ലോകത്ത് ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, ശ്രീല പ്രഭുപാദന് മാത്രം. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അത്ര കൃത്യവും സൂക്ഷ്മവുമായിട്ടാണ് ഭഗവത്ഗീതയും ഭാഗവതവും തർജ്ജമ ചെയ്തിരിക്കുന്നത്. ഹരേ കൃഷ്ണ. പറഞ്ഞു വന്നത്, അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ഭക്തി പ്രസ്ഥാനത്തിന്റെ കാലഘട്ടത്തെ പറ്റി കബീർദാസ്, സൂർദാസ്, പൂന്താനം, മേൽപ്പത്തൂർ ഒക്കെ ജീവിച്ചിരിക്കുന്നത് പോലെ തന്നെയാണ് തമിഴ്നാട്ടിൽ 12 ആൾവാർ ഉണ്ടായിരുന്നത്. അല്ലെ, 12 ആൾവാരുണ്ടായിരുന്നു. അറിയാം, ആൾവാർ ഉണ്ടായിരുന്നത്. അതിനകത്തെ ഒരേ ഒരു സ്ത്രീ കഥാപാത്രമായിരുന്നു, ഒരു ഭക്തയായിരുന്നു. ആരാണ്? ആണ്ടാൾ നാച്ചിയാർ എന്ന് പറയുന്നത്. അപ്പം ഭൂമി ദേവിയുടെ ഒരു ഇൻകാർണേഷനായിട്ടാണ് അവിടെ ആ സമയത്ത് വിശ്വസിച്ചിരുന്നത്. അത് കാര്യം അത്തരം രീതിയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അവർ രാവിലെ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, എനിക്ക് 8ാമത്തെ ദിവസമാണ് ചെയ്യാനുള്ളത്. അപ്പം എല്ലാം കണക്റ്റഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ 8ാമത്തെ ദിവസം പാസുരം. ഈ പാസുരം ആ ഒരു 30 ഖണ്ഡങ്ങളായിട്ട് ഇരിക്കുമ്പോൾ 8ാമത്തെ പാസുരം എന്ന് പറയുമ്പം ആ പാസുരത്തിൽ വരുന്നത്, അപ്പൊ ഇത് നമ്മുടെ മലയാളത്തിലെ എഴുത്തച്ഛൻ രാമായണം എങ്ങനെ എഴുതിയതാണോ, ഒരു കിളിപ്പാട്ട് പോലെ എഴുതിയതാണോ എന്നതുപോലെ തന്നെ, ഒരു കിളിയോട് സംസാരിക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെ ഫിസിക്കലി ആൾവാര് മാമന്റെ മോളുമായിട്ടാണ് സംസാരിക്കുന്നത്. രാവിലെ വിളിക്കാൻ പോവുക, വെളുപ്പാങ്കാലത്ത് വിളിക്കാൻ പോവുക വീട്ടിലേക്ക്. 8ാമത്തെ പാസുരം. ഈ പാസുരങ്ങളൊക്കെ അറിയാവുന്ന കാര്യങ്ങളുണ്ടോ? രാവിലെ ഭാഗവതവും ഭഗവത്ഗീതയും വിട്ടിട്ട് പിന്നെ വീണ്ടും പാസുരം എന്തൊക്കെയാണ് ഈ പ്രഭു പറയുന്നുള്ളതാണ്. അറിഞ്ഞൂടാ പ്രഭു. ഹരേ കൃഷ്ണ. അതിനകത്ത് വേറൊന്നുമല്ല, കീഴ്വാണം വെള്ളേനു ഏറുമേ ചിറു വീടു മേയാൻ പാറണ്ടാന കാൻ മിക്കു പിള്ളേകരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, രാവിലെ പക്ഷികളെല്ലാം ഉണർന്നു കഴിഞ്ഞു, അവിടെ പശുക്കളും എരുമകളൊക്കെ മേയാൻ പോയി കഴിഞ്ഞു. മാടുകൾ, എരുമകളാണ് കാലഘട്ടത്തിൽ അവിടെ ആ ഭാഗത്തുണ്ടായിരുന്നത്. മാടുകളെല്ലാം, എരുമകളെല്ലാം മേയാൻ പോയി. എന്നിട്ടും എന്തുകൊണ്ട് നീ എഴുന്നേൽക്കുന്നില്ല? അപ്പൊ ഞാൻ പറയാൻ കാരണം, ഇത് നമ്മൾ ചിന്തിക്കണം. രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത് വളരെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ദണ്ഡോപ്പണം. ഈ വെളുപ്പാങ്കാലത്ത് രാവിലെ എല്ലാവരും എഴുന്നേറ്റിട്ട് അടുക്കളയിലെ ജോലി വിട്ടിട്ടോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതിനോടൊപ്പമോ ഈ ഭാഗവതവും ഒക്കെ ഈ സത്സംഗത്തിൽ ഇരുന്ന് കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഹൃദയം ഉണ്ടായത് കൊണ്ടാണ്. ആണോ അല്ലേ? അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ വിനീതമായ ഒരിക്കൽ കൂടി പ്രണാമം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും പറഞ്ഞ ശ്രേഷ്ഠരായ ഭക്തന്മാർ. ആര് രാവിലെ എഴുന്നേറ്റ് ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ, ബ്രഹ്മയാമത്തിൽ, അതായത് 3 മണിക്കോ 5 മണിക്കോ ഇടയ്ക്ക് എഴുന്നേറ്റ് ഭാഗവതം വായിക്കുന്നു, കേൾക്കുന്നു, അവർ ശ്രേഷ്ഠരായ ഭക്തരാണ്. അവരുടെ ജീവിതത്തിൽ അവർക്കൊരു പതനം സംഭവിക്കുകയില്ല എന്നർത്ഥം. എഴുതി വെച്ചോളൂ, അവർക്ക് ജീവിതത്തിൽ ഒരു പതനം സംഭവിക്കില്ല. അത്രയും ശ്രേഷ്ഠരാണ്. ബാക്കി സമയങ്ങൾ വായിക്കുന്നതിന് മാറ്റുന്നത് അത് അതിനോട്ട് വരുന്നില്ല. പക്ഷെ ഈ സമയത്ത് ഭാഗവതം കേൾക്കുന്ന ആ ആത്മാക്കള് ഭഗവാന്റെ പ്രത്യേകം ഇഷ്ടത്തിന് പാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ആണ്ടാൾ നച്ചിയാർ തൻ്റെ മാമന്റെ മോളെ വിളിക്കുക എന്ന് മാത്രമല്ല, ആ ഗ്രാമത്തിലുള്ള എല്ലാവരെയും വിളിച്ചുണർത്തുകയാണ്. എഴുന്നേക്ക്, എന്തിനാണ് ഇങ്ങനെ കിടന്നുറങ്ങുന്നത് ഈ സമയത്ത്?
നമ്മൾ സ്നാനം ചെയ്യാൻ പോകണം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമയത്ത് സ്നാനം ചെയ്യാൻ പോകുന്നത്? എന്തിനാണ് സ്നാനം ചെയ്യാൻ പോകുന്നത്? ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട്. അവിടെയാണ് നമ്മൾ പറയത്തില്ല നിർമാല്യം തൊടാൻ പോകുക. എന്താ നിർമാല്യം തൊടാൻ പോകുന്നത്? എന്താ നിർമാല്യം? നിർമാല്യം എന്താ? നിർമാല്യം. ഹരേ കൃഷ്ണ. ഭഗവാന്റെ ഭഗവാന്റെ തലേ ദിവസത്തെ എല്ലാ ആഭരണങ്ങളും ഇട്ടിട്ടുള്ള ആ എന്താ പറയാ ആ രൂപം അതാണ് നിർമാല്യം. എനിക്ക് സംശയം, അതുകൊണ്ടാണ് ചോദിച്ചത്. തലേ ദിവസം ഭഗവാൻ അണിഞ്ഞിട്ടുള്ള മാല്യങ്ങളെല്ലാം അഴിച്ചു വെക്കുന്നത് കാണുന്നതാണ് നിർമാല്യം. അഴിച്ചു വെച്ചിട്ട് കുളിപ്പിക്കും ഭഗവാനെ. അതാണ്. അല്ല, അത് വാഴച്ചത്തല്ലേ പ്രഭു? കുളിപ്പിക്കുന്നത് വാഴച്ചത്തല്ലേ? എനിക്കറിയില്ല. അതെ അതെ അതെ. നിർമാല്യം തലേ ദിവസത്തെ ഡ്രസ്സോട് ഇട്ടിട്ടുള്ള ഇതാണെന്നാ എനിക്ക് അറിയില്ല പ്രഭു. ഹരേ കൃഷ്ണ. അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്, നമ്മള് കേട്ടിട്ടുള്ളത്. ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ നിർമാല്യം തൊടാൻ പോവാന്ന് പറഞ്ഞപ്പോ എന്താ, നിർമാല്യം തൊടാൻ പോയാൽ എത്ര പേരുണ്ട്? പോയിട്ടുണ്ട് ഞാൻ. തൊഴുതിട്ടുണ്ട് പ്രഭു. അപ്പൊ ആ നിർമാല്യം തൊടുന്നതിൽ എന്താണ് കാണുന്നത്? അതാ പറഞ്ഞ തലേ ദിവസത്തെ എനിക്ക് കണ്ടതായിട്ട് തോന്നുന്നത്. അത്ര ഭഗവാനെ കുളിപ്പിച്ച് ഭഗവാനെ തലേ ദിവസം ചാർത്തിയ പൂവും ഇത് ആടെയൊക്കെ മാറ്റി പാക ചേർത്ത് ഇതെല്ലാം ചെയ്യുന്നതാണ് നിർമാല്യം. ആ ഒരു നിർമാല്യ ദർശനം വളരെ സുഖകരമാണ്. വർക്കല ജനാനസ്വാമി ക്ഷേത്രത്തിൽ ചിലർ പോകാറുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്, പണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു. 41 ദിവസം സ്ഥിരമായിട്ട് വർക്കല ജനാനസ്വാമി ക്ഷേത്രത്തിൽ പോയി 41 ദിവസം സ്ഥിരമായിട്ട് ഇതിനിടയ്ക്ക് യാതൊരു മുടക്കവും കൂടാതെ നിർമാല്യം കണ്ടു തൊഴുന്നവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കുമെന്ന് പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ള സത്യമാണെന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അല്ലേ? ആണോ? അല്ലേ? പറയുന്ന പ്രഭു എനിക്കറിയില്ല. അതുകൊണ്ടാണ് നമുക്കറിയുന്നത്. നമ്മള് ഈ രാവിലെ എഴുന്നേറ്റ് തൊഴാൻ ബുദ്ധിമുട്ടായത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഗൃഹത്തിലാണെങ്കിൽ പോലും കൃത്യമായിട്ട് ഈ സമയത്ത് നമ്മൾ ഭഗവാനെ കണ്ടു തൊഴുകയും നാമം ജീവിക്കുകയും ചെയ്യുന്ന ഒരു ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശ്രേഷ്ഠം. അവർക്ക് ജീവിതത്തിൽ പതനം സംഭവിക്കത്തില്ല. അപ്പൊ അങ്ങനെ പോകുമ്പോ ആരെയാണ് സ്തുതിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ആരെയാണ്? വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. കംസചാണൂരമർദ്ദനം. ആരെയാ നമ്മള് ഭജിക്കാൻ പോകുന്നത്? കംസചാണൂരമർദ്ദനം. അറിയാമോ മാളവരെ, നമ്മൾ ആരെയാണ് സ്തുതിക്കേണ്ടത്? ആരെയാ സ്തുതിക്കേണ്ടത്? കംസചാണൂരമർദ്ദനം. കംസനെയും ചാണൂരനെയൊക്കെ മർദ്ദിച്ച് അവശനാക്കി കൊന്ന ഒരു വ്യക്തിയുണ്ട്. കംസചാണൂരമർദ്ദനം. അപ്പൊ ആദ്യം എന്താ പറഞ്ഞത്? ആരെ കുറിച്ചാണ്? വസുദേവസുതം ദേവം. വസുദേവസുതൻ. വസുദേവന്റെ പുത്രൻ. വസുദേവസുതം ദേവം. ഭഗവാനായ വസുദേവന്റെ പുത്രൻ. എടുത്തു പറയുകയാണ്, ഭഗവാനായ വസുദേവന്റെ പുത്രൻ വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം. ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു. ദേവകീ പരമാനന്ദം. ദേവകിയെ ആനന്ദിപ്പിച്ചത്. ദേവകീ പരമാനന്ദം. അതെങ്ങനെ ദേവകിയെ ആനന്ദിപ്പിക്കുന്നത്? ദേവകിയുടെ മകനായിട്ട് എത്ര ദിവസം ഉണ്ടായിരുന്നു? നിമിഷങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എങ്ങനെ ദേവകിയെ ആനന്ദിപ്പിക്കുന്നത്? എങ്ങനെ ആനന്ദിപ്പിക്കുന്നു? ഭഗവാൻ ഹരകൃഷ്ണ ഭഗവാനല്ലേ എന്താണ് ദേവകിയുടെ വയറ്റിൽ നിന്ന് പറഞ്ഞത്? അതിനാണ്. അതാണ് ദേവകീ മറ്റെല്ലാ ദുഃഖങ്ങളും മറന്ന് ഭഗവാനെ കണ്ടപ്പോൾ മുമ്പുണ്ടായിരുന്ന പ്രസവ വേദനകളോ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട വേദനകളോ എല്ലാം മറന്നു. ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ. അങ്ങനെയുള്ള ഭഗവാൻ കൃഷ്ണൻ വന്ദേ ജഗദ്ഗുരു. ആദിമ ഗുരുവാണ് ഭഗവാൻ. എന്തുകൊണ്ടാണ്? ആദ്യത്തെ ഗുരുവും കൂടി ഭഗവാനാണ്.
അതെ അതെ. ഭഗവാനാണ് പിന്നെ ബാക്കിയുള്ള നമ്മൾ ഈ കാണുന്ന ഗുരുക്കന്മാരെ എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. ആദ്യം സൂര്യദേവന് പറഞ്ഞു കൊടുത്തു, സൂര്യദേവൻ നമ്മുടെ ആദിമ ഗുരുവായി. ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തു, ബ്രഹ്മാവ് നമ്മുടെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആദിമ ഗുരുവായി. പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം, ഈ ലോകത്തെ മുഴുവൻ സംബന്ധിച്ചിടത്തോളം ആദിമ ഗുരു സൂര്യദേവനാണ്. ആ എന്താ സൂര്യദേവൻ എന്ന് പറഞ്ഞത്? എല്ലാം കൃത്യമായി അറിയുന്ന ഒരാൾക്ക് മാത്രമേ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കാൻ സാധിക്കത്തുള്ളൂ. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം. എല്ലാ കാരണങ്ങൾക്കും കാരണനായ ഭഗവാനെ, ആ ഭഗവാനെ കുറിച്ച് പൂർണ്ണമായിട്ടും അറിയെങ്കിൽ മാത്രമേ ഭഗവാനോട് ചേർന്ന് നിൽക്കുകയും പ്രപഞ്ചത്തെ നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ ആ നിയന്ത്രണത്തിനൊപ്പം നീങ്ങാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സൂര്യദേവന് പറഞ്ഞു കൊടുത്തു, ഈ ലോകം മുഴുവൻ ഒരാളെ കൊണ്ടാണ്, ഒരാളുടെ ഇൻഫ്ലുവൻസിലാണ്, സ്വാധീനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ആരുടെയാ? ഗുരുദേവന്റെ. ഭഗവാൻ കൃഷ്ണന്റെ. ഭഗവാൻ കൃഷ്ണൻ, പക്ഷെ സൂര്യദേവന്റെ. ഭഗവാൻ സൂര്യദേവൻ ഏൽപ്പിച്ചു കൊടുത്തു. ആ സൂര്യദേവൻ മുഴുവൻ പ്രപഞ്ചത്തെയും നോക്കിയെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആ ഭഗവാനെ കൃഷ്ണം വന്ദേ ജഗദ്ഗുരും, അങ്ങനെയുള്ള ഭഗവാനെ കൃഷ്ണനെ ഞാൻ പ്രണമിക്കുന്നു. കൃഷ്ണൻ വന്ദേ ജഗദ്ഗുരും, ജഗദ്ഗുരുവായ കൃഷ്ണനെ ഞാൻ നമസ്കരിക്കുന്നു. വളരെ ശ്രേഷ്ഠമായ ഒരു ശ്ലോകമാണ്. എന്താ അവിടെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആപത്ത് വന്നു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ശ്ലോകം, അതായത് ആപത്ത്, ദുഃഖങ്ങള്, വിഷമങ്ങള് എന്ന് പറയുമ്പം ആദ്യം നമ്മുടെ ആ മനസ്സിനൊരു കോൺഫിഡൻസ് എന്താ ഓർമ്മിക്കേണ്ടത്? പറഞ്ഞാട്ട്. നാരായണ പരാദേവ. ഓക്കെ, സമ്മതിച്ചു. എന്നാലും കുറച്ചും കൂടെ. ശ്രീകൃഷ്ണ പരമകൃഷ്ണ. എന്തോ വരട്ടെ. യത് കൗന്ദയ പ്രതിജാനീഹി, യത് കൗന്ദയ പ്രതിജാനീഹി. ഓർമ്മ വരുന്നില്ല. യത് കൗന്ദയ പ്രതിജാനീഹി നമേ ഭക്ത്യാ പ്രണശ്യതി. ഓർമ്മയുണ്ടോ? ഹരേ കൃഷ്ണ. ആരും കേൾക്കുന്നില്ലേ പറയുന്നത്? കേൾക്കുന്നു പ്രഭു. അകം സർവസ്യ പ്രഭു. അറിഞ്ഞൂടാ പ്രഭു. കൗന്ദയ പ്രതിജാനീഹി ന മേ ഭക്തിയാ പ്രണശ്യതി. അങ്ങനെ ശ്ലോകമില്ലേ? അല്ലേ? ഉണ്ട് പ്രഭു, ഉണ്ട്. ഏതാ ശ്ലോകം വരുന്നത്? പ്രഭു 9-ാം അധ്യായം 31-ാമത്തെ ശ്ലോകം വായിച്ചോളൂ പ്രഭു. ആ ക്ഷിപ്രം ഭവതി. ബുക്കിന്റെ ഇല്ല പ്രഭു. അതെ, 9-ലെ ബുക്ക് എടുത്തിട്ട് ആരെയും ഒന്ന് വായിക്കാൻ പറയണം. 9:31 അതെ പ്രഭു. അതെ 9:31 വായിച്ചോളൂ. കറക്റ്റ്. ക്ഷിപ്രം ഭവതി ധർമാത്മാ. ഹരേ കൃഷ്ണ. ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വച്ഛാന്തിം നിഗച്ഛതി. കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി. കൗന്ദേയ പ്രതിജാനീഹി ന മേ ഭക്ത്യാ പ്രണശ്യതി. അങ്ങനെയുള്ള ഒരാളിൽ എങ്ങനെ പറഞ്ഞു? ക്ഷിപ്രം ഭവതി ധർമാത്മാ. ഭഗവാൻ ഒരു വലിയൊരു വാക്കാണ് ഉപദേശിക്കുന്നത്. അങ്ങനെയുള്ള ഭക്തനിൽ എന്താണ്? ക്ഷിപ്രം ഭവതി ധർമാത്മാ. നമ്മൾ എന്താ പറഞ്ഞ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? കൃഷ്ണനോ വലിയ കാര്യമൊന്നുമില്ല, ഇങ്ങനെ അങ്ങ് നടത്തിച്ചു കളയും. കണ്ടാ കണ്ടില്ലെന്ന് അടിച്ചങ്ങിരിക്കും, കേട്ടാ കേട്ടില്ലെന്ന് അടിച്ചങ്ങിരിക്കും. അങ്ങനെ നമ്മളെ അങ്ങ് വലയ്ക്കും. കൃഷ്ണൻ അങ്ങനെ കേട്ടോ ഇല്ലേ? ഇത് എത്ര പേര് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്? എത്ര പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്? ജനെ നാട്ടില് കൃഷ്ണൻ പരീക്ഷിക്കുമെന്ന് പറയുന്നു.
കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭു പരീക്ഷിച്ചിട്ടുണ്ടോ? എല്ലാവരും നിറയെ പേര് പറയാറുണ്ട്. കാര്യം കാരണം ഞാൻ പ്രാർത്ഥിച്ച കൃഷ്ണൻ നമ്മളെ പരീക്ഷിക്കും പറയും. ഈ ശ്ലോകം അറിയാത്തത് കൊണ്ടാണ്. നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ ഒരു കോഴ്സിന് പഠിക്കുമ്പം നമുക്ക് ടെസ്റ്റുകൾ വരാറുണ്ട് ഫ്രീക്വൻ്റ്ലി, ഇല്ലേ? ഒരു പീരിയോഡിക്കൽ ടെസ്റ്റ് വരാറുണ്ട്, ഉണ്ടാവില്ലേ? ആ ടെസ്റ്റ് നമ്മൾ വിജയിക്കുക എന്നുള്ള കടപ്പാട്, ധർമ്മം നമുക്കുണ്ട്. ആ ടെസ്റ്റിനെ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? ഉണ്ട് പ്രഭു. ഉണ്ട്. തീർച്ചയായിട്ടും ഏതിനും ഒരു ടെസ്റ്റ് വേണം. കാര്യം നമ്മുടെ സ്നേഹം എത്രത്തോളം ഭഗവാന് ഉണ്ട് എന്ന് ഭഗവാൻ മനസ്സിലാക്കണോ വേണ്ടേ? ഉണ്ടാക്കണോ വേണ്ടേ? വേണം. ചുമ്മാതങ്ങ് തന്നാ പോരല്ലേ? ആണോ? ആണോ? എൻ്റെ ഗുരു പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു ശിക്ഷാഗുരു പറഞ്ഞു, ഭഗവത്ഗീത ഒരിക്കലും ഫ്രീ ആയിട്ട് കൊടുക്കരുതെന്ന്. ആദ്യം ഞാനത് ചിന്തിച്ചു, എന്താ അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? ഒരിക്കലും ഫ്രീ ആയിട്ട് കൊടുക്കരുത്, 1 രൂപയെങ്കിലും വാങ്ങിച്ചിട്ട് കൊടുക്കാവുന്നു. എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്? എന്താ പറഞ്ഞേ? അതിന് വില ഉണ്ടാവില്ല സ്വാമി. ആ നമ്മൾ ആ 1 രൂപയിൽ മൂല്യം കാണും. ആ നമ്മൾ ആ ഹരേ കൃഷ്ണ പ്രഭു, നമ്മൾ ആ 1 രൂപയിൽ നമ്മൾ എപ്പോഴും നമ്മുടെ എത്ര നമ്മൾ വെറുതെ കളഞ്ഞാലും ആ 1 രൂപ നമ്മുടെ കൈകൊണ്ട് വേറൊരാ കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സ് 1 രൂപ അതിന് കൊടുത്തല്ലോ. അപ്പൊ ആ 1 രൂപയിലെ വാല്യൂലെങ്കിൽ ആ ഭഗവത്ഗീത വായിക്കും, തുടങ്ങും, എടുത്തു വെക്കും. ഞാൻ 1 രൂപയെങ്കിലും കൊടുത്തിട്ട് വാങ്ങിച്ചതാണ്. 1 രൂപയെങ്കിലും വാങ്ങിച്ചതിന് ശേഷം മാത്രമേ ഭഗവത്ഗീതയും ഭാഗവതം കൊടുക്കാവൂ. ഒന്ന് മാത്രമല്ല, അതൊരു ഗുരുദക്ഷിണയുമായിട്ടുള്ള, അത് രണ്ടാമത്തെ കാര്യം. അപ്പം നമ്മളുടെ സ്നേഹം, ഞാൻ കൃഷ്ണനെ രാവിലെ പോകുന്നു, വൈകിട്ട് പോകുന്നു, തൊഴുന്നു, ചന്ദനം തൊടുന്നു, നാമം ജപിക്കുന്നു, ഒക്കെ ശരിയാണ്. പക്ഷെ ആ സ്നേഹം എങ്ങനെ ഉണ്ടാകും? എങ്ങനെ ഉണ്ടാകും? ഒരിക്കല് മഹാദേവരും കൃഷ്ണനും കൂടെ ഞാൻ നടന്നു പോവുക. ഒരാള് ഭഗവാൻ എങ്ങനെ എപ്പോഴും നാമം ജപിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പാവപ്പെട്ട, ഒന്നുമില്ല അദ്ദേഹത്തിന്. അപ്പൊ മഹാദേവരുടെ കൃഷ്ണനും ഇങ്ങനെ സംസാരിച്ച് നടക്കും. ആ സമയത്ത് ഇവർ രണ്ടുപേരും കാണും. കൃഷ്ണനാണെങ്കിൽ കാണേണ്ട ഒരു ഭാവം എടുക്കുന്നില്ല. മഹാദേവർ അങ്ങോട്ട് 4 പേര് കാണത്തന്നെ തരതിരിഞ്ഞു നോക്കും. കൃഷ്ണൻ അങ്ങനെ ഒരു നോട്ടമൊന്നുമില്ല. മഹാദേവർക്ക് കാര്യം മനസ്സിലാവുന്നില്ല. കാര്യം പ്രാർത്ഥിക്കുന്നത് കൃഷ്ണനെയാണ്, പക്ഷെ കൃഷ്ണൻ നോക്കുന്നൊന്നുമില്ല. ഒരു ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം മഹാദേവർ ചോദിച്ചു, കൃഷ്ണ, അങ്ങയല്ലേ പ്രാർത്ഥിക്കുന്നത്, അങ്ങൊന്നും നോക്കുകൂടി ചെയ്യുന്നില്ലല്ലോ. കൃഷ്ണൻ ചിരിച്ചതേ ഉള്ളൂ. വീണ്ടും ദിവസങ്ങൾ കടന്നു പോകുന്നു. മഹാദേവർക്ക് നമ്മൾ പൊതുവെ അറിയാം മഹാദേവർ ക്ഷിപ്രപ്രസാദി എന്നുള്ളത്. മഹാദേവർക്ക് അത് മനസ്സിലാവുന്നില്ല. അവസാനം മനസ്സം കൊണ്ട് വെമ്പി ചോദിച്ചു, കൃഷ്ണ, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ അനുഗ്രഹിക്കാത്തത്? എത്രയോ ദിവസങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്നു, എത്രയോ ദിവസങ്ങളായിട്ട് ആഹാരമില്ല, ആഹാരം കഴിക്കുന്നില്ല, ആഹാരം കഴിക്കാനായിട്ടില്ല. അതാണ്. അന്നേരവും കൃഷ്ണൻ ചിരിച്ചു. അടുത്ത ദിവസം മഹാദേവർ പറഞ്ഞു, ഇനി കൃഷ്ണ, അങ്ങയുടെ ഭക്തനൊക്കെയാണ്, പക്ഷെ ഇനിയും ആ ഭക്തനെ ഇങ്ങനെ അങ്ങോട്ട് വലയ്ക്കരുതേ, അല്ലെങ്കിൽ ഞാൻ ഇടപെടും. ഒരു വാണിംഗ് കൊടുത്തു, അല്ലെങ്കിൽ ഞാൻ ഇടപെടും, എന്നെ കഴിയുന്ന ഞാൻ അങ്ങോട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. കൃഷ്ണൻ അപ്പോഴാണ് വാതുറന്നത്. എന്തോ ചെയ്യണം? അദ്ദേഹം എന്താണ് പ്രാർത്ഥിക്കുന്നത്, സാധിച്ചു കൊടുത്തേക്കാൻ പറഞ്ഞു. ശരി, അങ്ങ് പറഞ്ഞതുകൊണ്ട് ഞാൻ സാധിച്ചു കൊടുക്കാം. അങ്ങനെ അദ്ദേഹം എന്താണ് ഭൗതികമായ എല്ലാ ആഗ്രഹങ്ങളും ചോദിച്ചു. തീർച്ചയായിട്ടും കൃഷ്ണൻ സാധിച്ചു കൊടുക്കുകയും ചെയ്തു. നല്ല മണിമാളികയും നല്ല ആഹാരവും നല്ല വസ്ത്രവും എല്ലാം. പിറ്റേ ദിവസം തൊട്ട് വീണ്ടും മഹാദേവരും കൃഷ്ണനും തൻ്റെ ആ മോർണിംഗ് വാക്ക് മിസ്സായിട്ടില്ല. അദ്ദേഹം വീണ്ടും പതിവുപോലെ അവർ രണ്ടുപേരും നടക്കുകയാണ്. പക്ഷേ ഈ ഭക്തനെ കാണുന്നില്ല. ആ വീടുകളിൽ ഭക്തന്റെ യാതൊരു അനക്കവുമില്ല. അവരെല്ലാം മറന്നു, പൂർവ്വകാലങ്ങളെല്ലാം മറന്നു, നാമജപങ്ങളില്ല, ഭഗവാനെ ഓർമ്മിക്കുന്നില്ല. കൃഷ്ണൻ മഹാദേവരെ നോക്കി, മഹാദേവർ തലകുനിച്ച് പറഞ്ഞു, ഇനി മേലിൽ ഞാൻ അങ്ങയുടെ കാര്യങ്ങളിൽ ഇടപെടത്തില്ലെന്ന് പറഞ്ഞു.
മനസ്സിലാവുന്നുണ്ടല്ലോ കാര്യങ്ങൾ. ഭക്തി എന്ന് പറയുന്നത് സ്നേഹം, പ്രേമവും അനുരാഗവും കൂടി ചേർന്നാണ്. അതാ കൃഷ്ണന് വേണം. കളിപ്പിക്കാൻ ചെല്ലല്ലേ, കളിപ്പിക്കാൻ ചെല്ലരുത്, പണി കിട്ടും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഉണ്ടോ? പ്രഭു കളിപ്പിക്കാൻ ചെല്ലരുത്, പണി കിട്ടും. എന്തുകൊണ്ടാ? വഞ്ചകരിൽ വഞ്ചകനാണ് ഞാൻ. ആ ഏതാ വരുന്ന വിഭൂതി വിസ്തരയോഗത്തില്? ദ്യൂതം ചര്യതാമസ്മി. ആ ദണ്ഡ ഏതാ ശ്ലോകം വരുന്നത് പ്രഭു? പറയാമോ? ദ്യൂതം അങ്ങനെയാണോ? ഹരേ കൃഷ്ണ. ആരും മിണ്ടുന്നില്ല. ആ 10:36 എടുത്താട്ട്. 10:36 തോന്നുന്നു. എടുത്താട്ട് 10:36 എടുത്താട്ട്. ഹരേ കൃഷ്ണ. ആ ദ്യുതം ചലയതാമസ്മി തേജസ്തേജസ്വിനാമഹം ജയോസ്മി വ്യവസായോസ്മി സത്വം സത്വവതാമഹം. ട്രാൻസ്ലേഷൻ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദർക്ക് ജയ്. ഹരേ കൃഷ്ണ. വഞ്ചകരുടെ ചൂതുകളിയും തേജസ്വികളുടെ തേജസ്സും ഞാനാകുന്നു. ജയവും സതുദ്യമവും ശക്തരുടെ കരുത്തും ഞാൻ തന്നെ. അപ്പം അങ്ങനെയുള്ള ആളിനെ നമ്മൾ പറ്റിക്കാൻ പോയി കഴിഞ്ഞാലോ? പറ്റിക്കാൻ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് പണി കിട്ടും. നമുക്ക് പണി കിട്ടും. ഇത്രയേ ഉള്ളു കാര്യം. അപ്പൊ ഇവിടെ പറഞ്ഞെന്താ? ക്ഷിപ്രം ഭവതി ധർമാത്മാ. ക്ഷിപ്രം അങ്ങനെയുള്ളവരെ പെട്ടെന്നാണ്. ക്ഷിപ്രം, വെരി സൂൺ. എന്റെ ഭക്തന്മാരിൽ, അങ്ങനെയുള്ള ഭക്തന്മാരിൽ എന്താ ഭഗവാൻ വാക്കുന്നിരിക്കുന്നതാണ്. അപ്പൊ നാട്ടിൽ പറഞ്ഞത് ശരിയാണോ? ആണോ? നാട്ടുകാർ പറയുന്നത് ശരിയാണോ? അല്ലേ അല്ല അല്ലേ? അപ്പൊ നമ്മുടെ സമീപനം തെറ്റായി എന്നർത്ഥം അല്ലേ? ആണോ? നമ്മുടെ സമീപനം തെറ്റായി. അപ്പം ഇപ്പൊ ഈ ശ്ലോകങ്ങൾക്ക് എടുത്തിട്ട് കൊടുക്കണം ഇങ്ങനെ പറയുന്നവർക്ക്. അല്ല, നമുക്കാണ് തെറ്റുപറ്റിയത്. ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്, ക്ഷിപ്രം ഭവതി ധർമാത്മാ സ്വസച്ചാന്തിയും നികച്ചതി കൗന്ദേയ പ്രതിജാനിഹി നമേ ഭക്തിയ പ്രണശ്യതി. ഒരിക്കലും ഭഗവാന്റെ ഭക്തന് നാശമില്ല. പക്ഷെ ആ ഭക്തന്റെ നിർവചനത്തിൽ വരാൻ നമ്മൾ പ്രയത്നിക്കണം എന്നർത്ഥം. ഒരു പ്രയത്നവും ഇല്ലാതെ ഒരിടത്തും നമുക്ക് ചെന്നെത്താൻ സാധിക്കില്ല. പ്രയത്നങ്ങൾ കൂടിയേ തീരും. പ്രയത്നങ്ങളിലൂടെ മാത്രമേ നമുക്ക് മുന്നേറാൻ സാധിക്കത്തുള്ളൂ. ഒരു ലോങ് ജമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുങ്ങൽ വിദഗ്ധനെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായി സാധന ചെയ്തെങ്കിൽ മാത്രമേ, പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ അവന്റെ ലക്ഷ്യം നിറവേറ്റാൻ സാധിക്കത്തുള്ളൂ. ശരിയാണോ? ഇല്ലേ? ആണോ? ഇവിടെ ആണ്ടാൾ നാച്ചിയാര് വീണ്ടും പറഞ്ഞു ഓർമ്മിപ്പിച്ചതാണ്, രാവിലെ ഭഗവാനെ സ്തുതിക്കണം. എന്തുകൊണ്ടാണ്? എങ്ങനെയുള്ള ആളിനെയാണ് സ്തുതിക്കുന്നത്? വസുദേവ സുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. എന്തുകൊണ്ടാണ് അത് ആ ശ്ലോകം എടുത്തിട്ട് കൊടുത്തത്, പറഞ്ഞത്? നമുക്ക് ഭഗവാൻ കൂടെ ഉള്ളിടത്തോളം കാലം നമുക്ക് ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല, ഒരാളെയും ഭയക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം നോക്കിക്കോളും കാര്യങ്ങള്. വസുദേവ സുതം ദേവം കാംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. അതിനെക്കുറിച്ച് ശ്രീമദ് മഹാഭാഗവതത്തില് ഒരു ശ്ലോകം വരുന്നുണ്ട്. ദശമസ്കന്ധത്തിൽ 44-ാമത്തെ അധ്യായത്തിൽ 22-23 ശ്ലോകങ്ങൾ.
ഇതിനെക്കുറിച്ച് വളരെ ദശമസ്കന്ധം ഉണ്ടോ, ഇരിപ്പുണ്ടോ? ഉണ്ടോ ദശമസ്കന്ധം? 44 അധ്യായം 22 23 ശ്ലോകം. നാചലത്തത്ര പ്രകാരേണ മാലാഹദായിവ ദിവാ ഭവോ നിഗ്യ ചാണൂരം ബഹുസോ ബ്രഹ്മായം ഹരിഃ ഭൂപൃസ്ഥേ പുതയം ആശ. എടുത്തെങ്കിൽ പറയണേ. ഭൂപൃസ്ഥേ പദായം ആശ. എത്രാമത്തെ ശ്ലോകം പ്രഭു? എന്തോ? ദശമസ്കന്ധത്തിലെ 44 അധ്യായം 22 23 ശ്ലോകം. ദശമസ്കന്ധം എല്ലാവരും എടുത്തു വെച്ചു. വീണ്ടും വീണ്ടും ശ്ലോകം ദശമസ്കന്ധത്തിൽ വീണ്ടും പറയാൻ പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഹരേ കൃഷ്ണ. വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. നാചലത്തത്പ്രഹരണേന മാലാഹദായിവാതിപ ഭാവോ നിഗ്രഹ്യ ചാരൂരാഹം ബഹുസോ ഭ്രൂമയാൻ ഹരിഃ ഭൂപൃഷ്ഠേ പൂതയാം ആശഃ സരസാ ക്ഷീണജീവിതം വിശ്രസ്താ കൽപകേശസ്ത്ര ഇന്ദ്രധ്വജ ഇവാപത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിവർത്തനം കൂടെ വായിച്ചോളൂ പ്രഭു. ഇംഗ്ലീഷാ വായിച്ചോളൂ. വിവർത്തനം. ശീലപ്രഭുപാദ് കി ജയ്. അസുരന്റെ അടികൾ ഏറ്റപ്പോൾ ഒരു പൂമാല കൊണ്ട് ആനയെ അടിച്ചതുപോലെ ഭഗവാൻ ഒട്ടും തന്നെ അനങ്ങിയില്ല. കൃഷ്ണ ഭഗവാൻ ചാണൂരനെ കരങ്ങളിൽ പിടിച്ച് പലവട്ടം ചുഴറ്റി വൻ ശക്തിയോടെ അവനെ നിലത്തടിച്ചു. വസ്ത്രങ്ങളും മുടിയും പൂമാലകളും ചിന്നിച്ചിതറി. ഒരു വലിയ ഉത്സവസ്തംഭം മറിഞ്ഞു വീഴും പോലെ ആ മല്ലൻ മരിച്ചു നിലത്ത് വീണു. ഹരേ കൃഷ്ണ. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിച്ചോളൂ പ്രഭു. ഭാവാർത്ഥം. ഒരു മിനിറ്റ്. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. No more shaken by the demon's mighty blow than an elephant struck with a flower garland. Lord Krishna grabbed Chanura by his arms and swung him around several times and hurled him onto the ground with great force. His closest hair and garland scattering, and wrestler fell down dead like a huge festival column collapsing. Hare Krishna. നോക്കണം, ഭഗവാൻ മധുരയിലേക്ക് പ്രവേശിക്കുകയാണ്. എന്താണ് മധുരയിലേക്ക് പ്രവേശിച്ചത്? എങ്ങനെയാണ് ഭഗവാൻ മധുരയിലേക്ക് പ്രവേശിച്ചത്? അധരം മധുരം വദനം മധുരം. നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. മധുരാധിപതിർ അഖിലം മധുരം. വളരെ ഒരു മതയാനയുടെ ഒരു വേഷത്തോടെ, ഒരു ഭാവത്തോടെയാണ് ഭഗവാൻ മധുരയിലേക്ക് നടന്നങ്ങൾ പോകുന്നത്. എത്ര രസമാണ് കാണുന്നറിയാം. ഇതെല്ലാം നമ്മൾ മനസ്സിൽ കാണണം. അങ്ങനെ നമ്മൾ മനസ്സിൽ ഭഗവാനെ ആ ഒരു ഭാവത്തിൽ കാണുന്നിടത്തോളം കാലം നമ്മുടെ ജീവിതത്തിൽ ഒരു ഭയവും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ സാധിക്കും. ഈ ശ്ലോകങ്ങളൊക്കെ കല്യാണപ്രായം എത്തിയ പെൺകുട്ടികൾ ചൊല്ലുന്നത് നല്ലതായിരിക്കുമെന്ന് ആ കാലഘട്ടത്തിൽ പറയുമായിരുന്നു. നല്ല ഒരു വരനെ കിട്ടാൻ, നല്ല ധൈര്യമായിട്ടുള്ള ഒരു വരനെ കിട്ടാൻ, ഭഗവാന്റെ ഭക്തനെ കിട്ടാൻ ഇതൊക്കെ ചൊല്ലണം, ഓർമ്മിക്കണം. കാലക്രമേണ ഇതെല്ലാം നശിച്ചുപോയി. 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നതിൻ്റെ കൂട്ട്. അപ്പൊ എത്രയോ ബലവാനായിട്ടുള്ള അതേ ദശമസ്കന്ധത്തിൽ തന്നെ വീണ്ടും 37-ാമത്തെ അധ്യായത്തിൽ എടുത്ത് 37-6 37-ാം അധ്യായം 6-ാമത്തെ ശ്ലോകം.
Hare Krishna. Ah. Dandaniptorbhagavad-bhuja sparsha Teshena saptamaya sprisho yata Bahuchatte hagado mahatmano Edamaya sarvadhe ubeshita. Hare Krishna. Meaning. Translation, Jai Srila Prabhupada ki jai. Keshi's teeth immediately fell out when they touched the Supreme Lord arm, which to the demon felt as hot as molten iron. Within Keshi's body, the Supreme Personality's arm then expanded greatly like a diseased stomach swelling because of neglect. Hare Krishna. Hare Krishna. Malayalam underundo? കേശിയുടെ പല്ലുകൾ ചുട്ടുപഴുത്ത ഇരുമ്പ് പോലുള്ള ഭഗവാന്റെ കരത്താൽ സ്പർശിച്ചതും കൊഴിഞ്ഞുപോയി. അവന്റെ ശരീരത്തിനുള്ളിൽ അവഗണിക്കപ്പെട്ട ഉദര രോഗം എന്ന പോലെ ഭഗവാന്റെ കരം വളരുവാൻ തുടങ്ങി. നീല വിശ്വനാഥ ചക്രവർത്തി ഇപ്രകാരം വർണ്ണിച്ചിരിക്കുന്നു: കൃഷ്ണന്റെ കരം നീല താമരയേക്കാൾ തണുത്തതും മൃദുലവുമാണെങ്കിലും കേശിക്ക് വജ്രം പോലെ ചുട്ടുപഴുത്തതായി തോന്നി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അപ്പം ഇതിനപ്പുറത്തോട്ട് ഒരു ഉപദ്രവം വേറെ ആളിൽ നമുക്ക് പ്രതീക്ഷിക്കാനില്ല. അതാണ് ഇതിനർത്ഥം. ഇപ്പൊ ഇവരെ എല്ലാം കൊന്നതിലൂടെ ഭഗവാന്റെ ഭക്തന്മാരെ സംരക്ഷിച്ചു. അപ്പം ഇതിനപ്പുറത്തോട്ടൊരു ഉപദ്രവം നമുക്കിനി വരാനില്ല. തീർച്ചയായിട്ടും ആ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാകും. കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത്യ പ്രണശ്യതി, ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് എപ്പോഴും ഉണ്ടാകണം. അങ്ങനെയുള്ള ഭഗവാനെയാണ് നമ്മൾ രാവിലെ നേരം വെളുത്ത് കണ്ണ് തിരുമ്മി തുറന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് കാണേണ്ടിയത് എന്നർത്ഥം. ഇപ്പൊ നിർമാല്യം കണ്ട് തൊഴുക എന്നതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭഗവാനെയാണ് കാണേണ്ടതെന്നർത്ഥം. അത് വേറൊന്നുമല്ല. അപ്പൊ പറഞ്ഞു വരുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും വിഷുക്കണി കാണണമെന്നർത്ഥം. ഭഗവാനെ നമ്മൾ എപ്പോഴും രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ ഭഗവാനെ കാണണം, ഉച്ചയ്ക്ക് ഭഗവാനെ കാണണം, സന്ധ്യാസമയത്ത് ഭഗവാനെ കാണണം. എല്ലാ മുഹൂർത്തങ്ങളിലും നമ്മൾ ഭഗവാനെ കാണാൻ നിയോഗിക്കപ്പെട്ടവരാണ്. ഭഗവാനെ സേവനം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവരാണ്. ദാസോ അഹം തവ കേശവ. ഇതാണ് ഭാഗവതം ധ്യാന ശ്ലോകത്തിൽ എടുത്ത് ഓർമ്മിപ്പിക്കുന്നത്. ദാസോ അഹം തവ കേശവ. നമ്മൾ ഭഗവാന്റെ ദാസന്മാരാണ് എന്നർത്ഥം. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഉണർന്ന് കണ്ടില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ജീവിതത്തിൽ ക്ലേശങ്ങളായിരിക്കും, നഷ്ടങ്ങളായിരിക്കും. എത്ര ഉന്നമനാകട്ടെ, വെളുപ്പം കാലത്ത് സൂര്യ ഉദയത്തിന് മുമ്പെങ്കിലും എഴുന്നേക്കാൻ സാധിച്ചില്ലെങ്കിൽ അവൻ നിർഭാഗ്യവാനാണ്. പക്ഷികൾ പോലും മൃഗങ്ങൾ പോലും രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായിട്ട് ഉണരുന്നുണ്ട്. മനുഷ്യന് മാത്രം എന്താ ഉണരാൻ സാധിക്കാത്തത്? അവന് നിയോഗിക്കപ്പെടാത്ത മറ്റ് കർമ്മങ്ങളിൽ ഏർപ്പെട്ടത് കൊണ്ടാണ്. അധ്വാനിക്കുന്നവർ പോലും അവർ അധ്വാനിക്കുന്നത് സൂര്യ അസ്തമയം വരെ അധ്വാനിക്കുന്നുള്ളൂ. ക്ഷീണം കൊണ്ടിറങ്ങി പോകുന്നതല്ല. അശാസ്ത്രീയമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ രാവിലെ എഴുന്നേക്കാൻ സാധിക്കാതെ വരുന്നത്. സമയത്തിന് എതിരായിട്ട് രാത്രി ഭൂതയാമത്തിലും പ്രേതയാമത്തിലും ഒക്കെ ഉണർന്നിരിക്കുക, ക്ഷീണം വരും. നേരത്തെ ഉറങ്ങിയിട്ട് എന്തുകൊണ്ട് രാവിലെ എഴുന്നേക്കാൻ സാധിക്കുന്നില്ല നമ്മൾ ചിന്തിക്കണം. ഇപ്പോഴത്തെ കുട്ടികളുടെ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്വന്തം അനുഭവത്തിലും കൂടെ സംസാരിച്ചെന്ന് വിചാരിച്ചു. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം രാവിലെ എഴുന്നേക്കാൻ വലിയ മടിയാ. എന്നാൽ രാത്രി ഒരുപാട് നേരം ഇരിക്കും. പക്ഷെ അവരറിയുന്നില്ല രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്ന എഫർട്ട് ഈ പാതിരാത്രിക്ക് ചെയ്യുന്നതിനേക്കാൾ 4 എടുത്താൽ മതി എന്നുള്ളത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും വിജയകരമായി ഭവിക്കും. ഈ ബ്രഹ്മയാമത്തിൽ എഴുന്നേറ്റ് നാമം ചൊല്ലി പഠിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ അവന് നാശം സംഭവിക്കത്തില്ല. അവന് നല്ലതേ വരത്തുള്ളൂ. അത് ഗ്യാരണ്ടീഡാണ്. മറ്റുള്ളവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ.
പക്ഷെ ഇത് ഗ്യാരണ്ടീഡാണ്. കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെ വരുമ്പോൾ വീണ്ടും നമ്മൾ എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തിനാണ് ഭയക്കുന്നത്? ഇത്രയും ഇങ്ങനെ ഒരു ആള് നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തിന് ഭയക്കണം? മംഗളായ ച ലോകാനാം ക്ഷേമായ ഭവായ ച. ഏതാ ശ്ലോകം വരുന്ന? പ്രഥമ സ്കന്ധം എടുത്താട്ട്. മംഗളായ ച ലോകാനാം ക്ഷേമായ ഭവായ ച. ഏതാ ശ്ലോകം വരുന്നത്? ഒന്നാമത്തെ അധ്യായത്തിന്റെ 1 സ്കന്ധം 14 അധ്യായം 35, 36 ശ്ലോകം. പ്രഥമ സ്കന്ധം 14 അധ്യായം 35, 36. എടുത്തോ? ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവ. മംഗളായ ച ലോകാനാം ക്ഷേമായ ച ഭവായ ച അസ്തേ യദുകുലം ഭൂത്വാ ആദയോ മന്ദ സഗാപുമാൻ യദ്ബാഹുദണ്ഡ ഗുപ്തായാം സ്വാപൂര്യാം യദവോരിചികീം ക്രീഡാം പരമാനന്ദം മഹാപുരുഷികായിവ. ഹരേ കൃഷ്ണ. മഹാപൗരുഷികായവ. ക്രീഡന്തി പരമാനന്ദം മഹാപൗരുഷികായവ. ക്രീഡന്തി പരമാനന്ദം. ട്രാൻസ്ലേഷൻ വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ട്രാൻസ്ലേഷൻ ജയ ശ്രീല പ്രഭാതി. The original personality of Godhead, the enjoyer, and Balarama, the primeval Lord Ananta, are staying in ocean of Yadu dynasty for the welfare, protection, and general progress of the entire universe. And the member of the Yadu dynasty, being protected by the arms of the Lord, are enjoying life like the residents of the spiritual sky. Hare Krishna. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും മലയാളത്തിൽ വായിക്കാൻ പറ്റും? ഹരേ കൃഷ്ണ പ്രഭു. പരമ ആസ്വാദകനായ ആദിമൂലമായ പരമദിവ്യോത്തമ പുരുഷൻ ആദി ഭഗവാനായ അനന്തനായ ബലരാമനോടൊപ്പം സമ്പൂർണ്ണ പ്രപഞ്ചത്തിന്റെയും ക്ഷേമത്തിനും സംരക്ഷണത്തിനും സാർവത്രികമായ പുരോഗതിക്കുമായി യദുവംശമാകുന്ന സാഗരത്തിൽ വസിക്കുന്നു. മാത്രവുമല്ല, യദുവംശത്തിലെ അംഗങ്ങൾ ഭഗവാന്റെ തൃക്കരങ്ങളാൽ സംരക്ഷിക്കപ്പെടുകയാൽ ആത്മീക ആകാശവാസികളെന്ന വണ്ണം ജീവസത്തെ ആസ്വദിക്കുന്നു. ഹരേ കൃഷ്ണ. ട്രാൻസ്ലേഷൻ ഒന്നുകൂടെ വായിച്ച് ആദ്യത്തെ വരി. പരമ ആസ്വാദകനായ ആദിമൂലമായ പരമദിവ്യോത്തമ പുരുഷൻ ആദി ഭഗവാനായ പരമ ആസ്വാദകനായ, എല്ലാത്തിന്റെയും ആസ്വാദകൻ, ഭോക്താരം യജ്ഞതപസാം. അല്ലേ? ആണോ? ഭോക്താരം യജ്ഞതപസ്. എല്ലാത്തിന്റെയും ഭോക്താവും ആസ്വാദകനും ഭഗവാനാണ്. വായിക്കൂ മാതാജി. ആദി ഭഗവാനായ അനന്തനായ ബലരാമനോടൊപ്പം സമ്പൂർണ്ണ പ്രപഞ്ചത്തിന്റെയും ക്ഷേമത്തിനും സംരക്ഷണത്തിനും സാർവത്രികമായ പുരോഗതിക്കുമായി യദുവംശമാകുന്ന സാഗരത്തിൽ വസിക്കുന്നു. ഒരു മിനിറ്റ് ഒന്നുകൂടെ. സർവലോകത്തിന്റെയും ക്ഷേമത്തിനായി എങ്ങനെയാണ്? ആരോടൊപ്പമാണ്? ബലരാമനോടൊപ്പം. ഇപ്പൊ മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് ഇസ്കോൺ കേരളത്തില് കൃഷ്ണ ബലരാം ക്ഷേത്രം പണിഞ്ഞതെന്നുള്ളത്. ഇവർക്ക് ഓരോ പണിയുണ്ടോ? ഇത്രയും കാശ് മുടക്കി ഇതൊക്കെ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെ പാവപ്പെട്ടവർക്ക് കൊടുത്താൽ പോരെ? ഒരു വിവാഹം വേണമെങ്കിൽ പറയാം, ഇല്ലേ? പറയും ഇല്ലേ? രണ്ടഭിപ്രായം പറയുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച് കേരളത്തിലുള്ളത്. ആണോ അല്ലേ? ആണോ അല്ലേ? അപ്പം കൃഷ്ണ ബലരാം ക്ഷേത്രം എത്ര പരിപാവനവും എത്ര ശ്രേഷ്ഠവുമാണെന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ വേറെ ഒരിടത്തും ഇങ്ങനെ ഒരു പ്രതിഷ്ഠയില്ല. ഉണ്ടോ? ഉണ്ടോ? ശ്രേഷ്ഠമായ പ്രതിഷ്ഠയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഭാഗ്യവാന്മാരാണ്. വേറെ ഒരിടത്തും ഇല്ലാത്തൊരു ഭാഗ്യമാണ് നമുക്കുള്ളത്. ഈ സമ്പൂർണ്ണ പ്രപഞ്ചത്തിന്റെയും നിയന്താവായ ബലരാമനെയും കൃഷ്ണനെയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൃഷ്ണ ബലരാം പ്രതിഷ്ഠയിലൂടെ കാണാൻ സാധിക്കുന്നത്. ബ്രഹ്മോത്സവം വരാൻ പോവുകയാണ്. എന്നാ ബ്രഹ്മോത്സവം? എന്തോ? ഫെബ്രുവരി 1-ാം തീയതി. എല്ലാരും ഒരുങ്ങി തുടങ്ങിയോ അതിനു വേണ്ടിയിട്ട്? ആണോ? തുടങ്ങണം. ഈ ഒരു ബോധത്തോടെ നമ്മൾ ഇനി തയ്യാറാകണം.
പ്രവർത്തിക്കണം. അത്ര ശ്രേഷ്ഠമായ അർച്ചവിഗ്രഹമാണ് അവിടെ ഉള്ളത്. നമ്മുടെ മുഴുവൻ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് കൃഷ്ണബലരാൻ അവിടെ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കൃഷ്ണബലരാം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തിന് ഭയക്കണം? എന്തിന് ഭയക്കണം? നമുക്ക് ജീവിതത്തിൽ ഭയപ്പെടേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യവുമില്ല. നേരത്തെ ഞാൻ വായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, മല്ല യുദ്ധം ചെയ്തതൊക്കെ ഭാഗവതത്തിലും ഗർഗഭാഗവതത്തിലുമുള്ള ശ്ലോകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പിന്നെ അങ്ങോട്ട് പോകാഞ്ഞത്. എങ്കിലും ആ 2 ശ്ലോകത്തിൽ കൂടി നമുക്ക് നിൽക്കാം. പറയുന്നത് ഗർഗഭാഗത്തിൽ പറയുന്നത് ആ രംഗത്തെ മല്ലാച്ഛമല്ലം ച നരാനരീന്ദ്രം സ്ത്രീയസ്മരം ഗോപഗണാവ്രജേശം പിതാസുതം ദണ്ഡതരം സന്തോ മൃത്യും ച കംസോ അവിവിധാ വിരാജം തത്വം പരം യോഗിവരാജ ഭോജ ദേവം തഥാ രംഗഗതം ബലേന പൃഥക് പൃഥക് ഭാവനേ ഹ്യാവശ്യ സർവേ ജയാസ്തം പരിപൂർണദേവം. അതിനെ ഭാഗവതത്തിൽ വീണ്ടും അടുത്ത വേറൊരു രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. മല്ലാനാമശർഗണാം നരവരഃ സ്ത്രീണാം സ്മരോ മൂർത്തിമാൻ ഗോപാനാം സ്വജനോ അസതാം ക്ഷതിഭുജാം ശാസ്താ സ്വമിത്രോ ശിശുഃ മൃത്യുർഭോജപദേ വിരാട വിദുഷാം തത്വം പരം യോഗിനാം വൃഷ്ണീനാം പരദേവതേതി വിദിതോ രംഗം ഗതസാഗ്രജഃ. വൃഷ്ണീനാം വിഷ്ണുകുലത്തിൽ വാഞ്ചാകർപ്പതരൂഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. കാർത്യായനീ മഹാമായേ മഹായോഗിന്നദീശ്വരി നന്ദദേവസുതം ദേവി പതിമേ കുരുതി നമഃ. എല്ലാത്തിനും പരമമായ ആ ഭഗവാൻ ഉണ്ട് എന്ന ബോധത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ശ്ലോകങ്ങളൊക്കെ നമ്മൾ കൃത്യമായി ഓർമ്മിച്ച് എന്നും ജപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ സമാധാനവും ശാന്തിയും ഉണ്ടാകും, യാതൊരു സംശയവുമില്ല. ഹരേ കൃഷ്ണ. നമുക്കൊരു 4 മിനിറ്റ് ഉണ്ട്. എന്തെങ്കിലും ഇതിനെ കുറിച്ച് പറയാനുണ്ടോ? ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഒബ്ജക്ഷൻ? ഹരേ കൃഷ്ണ പ്രഭു. എന്റെ ഭാഗവത ബുക്കില്ല ഒന്ന്. പിന്നെ പ്രഭു പറഞ്ഞില്ലായിരുന്നോ ഈ മറ്റെന്താണ് സ്വാമിനെ പ്രാർത്ഥിച്ച നമുക്ക് ഒരു ദുഃഖം വരില്ല. കറക്റ്റ് തന്നെയാണ്. പക്ഷെ എനിക്ക് 8 ഓപ്പറേഷൻ കഴിഞ്ഞതാ. അപ്പൊ എല്ലാവരും എന്താ പറയുന്നത്, ആ ഭാഗത്ത് ഞാൻ മാത്രം ഇത്രയും ഓപ്പറേഷൻ കഴിഞ്ഞ് ഇത്രയും വയ്യാകെയുള്ളൂ, എനിക്ക് മാത്രം 8. പിന്നെ വീട്ടിൽ എല്ലാവർക്കും കൂടി ഒരു 10-15 ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. മൊത്തം മോന് കഴിഞ്ഞിട്ടുണ്ട്, മരുമകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്, മകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നീ കൂടുതൽ ദൈവത്തിനെ പ്രാർത്ഥിച്ചിട്ടാണ് ഇത്രയും വയ്യാകെ വരുത്തിയത് എന്ന് പറയാറുണ്ട്. എന്നാലും ഞാൻ ഭഗവാനെ വിടാറുമില്ല. ഏകാദശി വ്രതവും എല്ലാം എടുക്കും. അപ്പോഴും ഞങ്ങളുടെ ഹസ്ബൻഡ് അടക്കം എന്നെ വഴക്ക് പറയാറുണ്ട് പ്രഭു. ഇപ്പൊ ഈ ഇടയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു ഞങ്ങളുടെ ആൾക്ക്. അപ്പോഴും എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ മാത്രമായിരുന്നു തനിയെ കോയമ്പത്തൂർ വരെ കുപ്പുസ്വാമി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ആംബുലൻസിൽ. പക്ഷെ എന്താ പറയാ, ശരിക്കും പറഞ്ഞാൽ അപ്പോഴും എനിക്ക് കൃഷ്ണൻ മാത്രമേ ഉള്ളൂ, ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഞാനൊരു 30-35 വർഷമായി ഞാൻ അഷ്ടോത്തമിക്കരമ്മനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്. അതിലിരിക്കുമ്പോഴായിരുന്നു ഇതിലേക്ക് ഞാൻ 21 ഈ ഭഗവത്ഗീത ഉദയ മാതാജിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. മാതാജി എന്നെ എടുത്തതാ. എനിക്ക് എങ്ങനെ മാതാജിക്ക് എന്റെ നമ്പർ കിട്ടിയെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഞാൻ അന്ന് തൊട്ടിട്ട് കൃഷ്ണനെ മാത്രമാണ് സ്വാമി പ്രഭു പ്രാർത്ഥിക്കുന്നത്. പക്ഷെ എന്തോ എനിക്കറിയില്ല. പക്ഷെ എല്ലാവരും അങ്ങനെ പറഞ്ഞു. പക്ഷെ ആരെന്ത് പറഞ്ഞാലും ഞാനതിൽ ഇതാവാറില്ല. പിന്നെ ഞാൻ കുഞ്ഞിലേ വെജിറ്റേറിയൻ ആണ്. അപ്പോഴും അവര് പറയാം നീ അതൊന്നും കഴിക്കാത്തതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയുള്ള അസുഖം വന്നത്. പക്ഷെ എന്തോ ആയിക്കോട്ടെ. പക്ഷെ ഞാൻ ഒരിക്കലും അവര് ആര് പറഞ്ഞാലും അതില് ഇതാവാറില്ല. പക്ഷെ ഞാൻ വാസ്തവം പറയട്ടെ പ്രഭുജി, ഇഷ്ടംപോലെ ഇതിനു വേണ്ടി അടക്കം കൊണ്ടിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ഞാൻ പിന്തിരിഞ്ഞിട്ടില്ല. ഹരേ കൃഷ്ണ. അതാണ് എന്റെ അനുഭവം. ഹരേ കൃഷ്ണ. മാതാജി ഹരേ കൃഷ്ണ. ഒരു മിനിറ്റ്. തീർച്ചയായും മാതാജിയുടെ വാക്കുകൾ ഞാൻ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടു. ഹരേ കൃഷ്ണ. അതിനകത്ത് ഒരു കാര്യം പറയാം. മാതാജി ഒന്ന് പറഞ്ഞു, ഞാൻ ചൊട്ടാനിക്കര അമ്മയുടെ ഭക്തിയായിരുന്നു അല്ലേ പറഞ്ഞല്ലേ? തീർച്ചയായിട്ടും ഞാനും ഒരിക്കൽ ഏകദേശം ഒരു 5-6 വർഷം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചൊട്ടാനിക്കര അമ്മയുടെ ഭക്തനായിരുന്നു. നമുക്ക് ചൊട്ടാനിക്കര അമ്മയാണ് തീർച്ചയായിട്ടും എന്നെ ഈ കൃഷ്ണഭക്തിയിലേക്ക് കൊണ്ടുവന്നത്. അമ്മ പരിപൂർണമായി അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ കൺട്രോളർ ദുർഗാദേവി, ആ മായാദേവിയാണ് നമ്മളെ വളരെ പ്രേമമായിട്ട് ദേവിക്ക് നമ്മളോട് തോന്നുമ്പം ആ ഭൗതികമായ അനുഗ്രഹങ്ങൾ തരുന്നതോടൊപ്പം അതിനുപരിയായിട്ട് നമ്മളെ ഒന്നുകൂടെ ലിഫ്റ്റ് ചെയ്തിട്ട് ഭഗവാന്റെ പാതയിലേക്ക് നമ്മളെ നയിക്കും.
അത് മഹാദേവരാണെങ്കിലും ദുർഗാദേവിയാണെങ്കിലും അവരുടെ ഇതം പ്രഥമമായ ഒരു കർത്തവ്യമാണ്. അത് പലർക്കും അനുഭവമുണ്ട്. മാതാജിക്ക് അനുഭവം വന്നതിന് രണ്ടാമതൊരു കാര്യം പറയാം. നമുക്ക് ഏകദേശം ഏതോ ഭൗതികതയിൽ ദുഃഖങ്ങൾ വരാറായി, ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും. അത് നമ്മുടെ ഞാൻ മറ്റൊന്നും കൊണ്ട് പറയുന്ന ഞാനുൾപ്പെടെയുള്ള കാര്യം പറയുന്നതാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ പൂർവ്വജന്മത്തിൻ്റെയൊക്കെ ബാക്കിയായിട്ട് വരുന്നതാണ്. അപ്പോൾ അങ്ങനെ അനുഭവിക്കേണ്ടതായിട്ട് വരുമ്പം അതിലും ഒരു സുഖം കാണണം എന്ന് ദേവി തീരുമാനിച്ചു. പറയുന്ന കേൾക്കുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഹരേ കൃഷ്ണ മാതാജി. ഉണ്ട് പ്രഭു, കേൾക്കണ്ടേന്. അപ്പോ നമ്മളെ അങ്ങോട്ട് നയിക്കും. എന്തായി കഴിഞ്ഞാലും നമുക്ക് പ്രശ്നങ്ങൾ വരാൻ പോവുകയാണ്. അപ്പൊ എൻ്റെ ഒരു ഭക്തന് അങ്ങനെ വരുമ്പോൾ ആ വേദന പൂർണ്ണമായിട്ടും അങ്ങോട്ട് ഉണ്ടാകരുത്, ആ വേദനയിലും ഒരു സുഖം കിട്ടണം എന്ന് പറഞ്ഞ് കൃഷ്ണ എന്നിലോട്ട് നമ്മളെ നയിച്ചു. അപ്പോൾ അവിടെ ഭഗവാന്റെ പരിപൂർണമായ ഒരു കൈ സഹായം നമ്മളിലുണ്ട്. കൈ സഹായം എന്നുള്ളതല്ല, നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആ കാലദോഷങ്ങളെ എല്ലാം മാറ്റി എടുക്കുന്നത് വരെ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ പറഞ്ഞല്ലോ 10 15 സർജറി ഓപ്പറേഷനൊക്കെ ആണ്. ഇതെല്ലാം ശാരീരികമായിട്ട് നേരിടുന്നതാണ്. തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിന് മുറിവേൽക്കുമ്പോൾ നമുക്ക് വേദന ഉണ്ടാകാറുണ്ട്. മറ്റുള്ളവർ ചോദിക്കാറുണ്ട്, ഇനി കൃഷ്ണനെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ വിചാരിച്ചു ഇത് നടക്കും, ഇത് സംഭവിക്കും. അപ്പോൾ വേദന കൂടുതലായിരിക്കും. കൃഷ്ണനെ പ്രാർത്ഥിക്കുന്നില്ല, വേണ്ട, നാട്ടുകാർ പറഞ്ഞു, വീട്ടുകാർ പറഞ്ഞു, ഞാൻ വരുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, കുഴപ്പമൊന്നുമില്ല, കൃഷ്ണന് ദേഷ്യവുമില്ല. പക്ഷെ എന്താ സംഭവിക്കുന്നത് കഴിഞ്ഞാൽ, അനസ്തേഷ്യ കൊടുത്ത് ഒരാൾക്ക് സർജറി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസവും അനസ്തേഷ്യ പച്ചയ്ക്ക് സർജറി ചെയ്യുമ്പോൾ തമ്മിലുള്ള വ്യത്യാസം എന്താ? അതെ, അനസ്തേഷ്യ കൊടുക്കുമ്പോൾ നമുക്ക് വേദന അറിയില്ല, മറ്റേത് വേദന അറിയും. ഇതാ വ്യത്യാസം വരുന്നത്. നമ്മൾ അവിടുന്ന് മാറി നിന്ന് കഴിഞ്ഞാലും ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ പച്ചയ്ക്ക് വലിച്ചു കീറുന്ന ഒരു വേദന നമുക്കുണ്ട്. ആ വേദനയ്ക്കൊരു ആശ്വാസമാണ് ഈ ഭഗവാനെ വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാന്റെ ഭക്തിയിലേക്ക് നമ്മളെ ഭഗവതി തിരിച്ചുവിട്ടത്.